ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദേവദത്ത്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റഷ്യ നോർത്ത് കൊറിയ സാങ്ഷനെ പറ്റിയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്താവിഷയമായ ഒരു കാര്യമായിരുന്നു റഷ്യയും നോർത്ത് കൊറിയയും തമ്മിലുള്ള ഒരു ഡീല്. അപ്പോൾ ഈ ഒരു ഡീല് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഒരു ഡീലിന് ഇത്രയും അധികം വാർത്താ വിഷയമാവാൻ കാരണം, എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം മാധ്യമങ്ങളിൽ ഇത്രയധികം ശ്രദ്ധ കൊടുക്കാൻ കാരണം? അപ്പോൾ ആ ഒരു ചെറിയ കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എഗ്രിമെൻറ്റിനെ പറ്റി ഞാൻ എൻ്റേതായ രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറയാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. റഷ്യൻ ലീഡറായ പുടിനും നോർത്ത് കൊറിയൻ ലീഡറായ കിം ജോങ് യൂനും തമ്മിൽ ഒന്നിച്ചുള്ള സൗഹൃദ ദൃശ്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. നോർത്ത് കൊറിയയിൽ പുടിന് ഗംഭീര സ്വീകരണമായിരുന്നു കിം ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇരുവരും ഒന്നിച്ച് ജൂൺ 19 സൈൻ ചെയ്ത എഗ്രിമെൻ്റാണ് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് MDA. ഈ ഒരു എഗ്രിമെൻറ്റിനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ, രണ്ട് വശത്തും ഏതെങ്കിലും രീതിയിലുള്ള ടെറിട്ടറിയൽ ഇഷ്യൂസ് നേരിടേണ്ടി വന്നാൽ അവർ പരസ്പരം മിലിറ്ററി സപ്ലൈസ് എത്തിക്കുമെന്നും, അതായത് മിലിറ്ററി വെപ്പൺസ്, ആം ഫോഴ്സസ്, പിന്നെ ഫസ്റ്റ് എയ്ഡ്സ് പോലുള്ള സപ്ലൈസൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുമെന്നും, അതുപോലെ തന്നെ അവരുടെ മിലിറ്ററി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി പരസ്പരം സപ്പോർട്ട് ചെയ്യുമെന്നുമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും വാർത്താ വിഷയമാകാൻ കാരണം ഒന്നേ ഉള്ളൂ, അത് റഷ്യ ഉക്രൈൻ വാറാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു റഷ്യ ഉക്രൈൻ വാറിൽ റഷ്യ കീഴ്പ്പെടുത്താനായി ഉക്രൈനെ സഹായിക്കുന്നത് ഈ വെസ്റ്റേൺ കൺട്രീസ് ആണെന്ന്. അപ്പോൾ പുടിൻ മുൻപ് ചില റഷ്യൻ റിപ്പോർട്ട് ചാനലിലൊക്കെ വെസ്റ്റേൺ കൺട്രീസിനെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വെസ്റ്റേൺ കൺട്രീസ് എന്നാണ് പറഞ്ഞത്, ഏത് കൺട്രി ആണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ലായിരുന്നു. വെസ്റ്റേൺ കൺട്രീസ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വെപ്പൺസ് എല്ലാം കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ അതേ സെയിം കാര്യം തിരിച്ച് ചെയ്യാൻ റഷ്യക്ക് കഴിയുമെന്നും പുടിന് വെസ്റ്റേൺ കൺട്രീസിനോട് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കലാണ് വെസ്റ്റേൺ കൺട്രീസ് ഉക്രൈന് ഹൈ പ്രിസിഷൻ വെപ്പൺസ് കൊടുക്കുകയും അത് റഷ്യക്ക് നേരെ ടാർഗറ്റ് ചെയ്യാൻ അനുവാദം കൊടുക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് റഷ്യ നോർത്ത് കൊറിയയും ഒന്നിച്ച് ഇങ്ങനൊരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നത്. ഇത് വെസ്റ്റേൺ കൺട്രീസിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഈ ഒരു ഡീല് നോർത്ത് കൊറിയയുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ നമുക്കറിയാം, റഷ്യ എന്ന് പറയുന്നത് മിലിറ്ററി അഡ്വാൻസ്മെൻറ്റിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിലെ ടോപ്പ് ലിസ്റ്റിലുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ നോർത്ത് കൊറിയയുടെ ഈ ഒരു മിലിറ്ററി അഡ്വാൻസ്മെൻറ്റിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ വലിയൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും റഷ്യയുമൊത്തുള്ള ഈ ഒരു ഡീലിൽ. എന്നാൽ റഷ്യയെ സംബന്ധിച്ച് ഈ ഒരു ഡീലെന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിനുള്ള ഒരു വാർണിംഗ് ആണ്. വെസ്റ്റേൺ കൺട്രീസിനെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് പുടിൻ മുന്നോട്ട് വെച്ച ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു ഇങ്ങനൊരു ഡീല്. ഇതേപോലെ തന്നെ ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലും പുടിൻ സന്ദർശിക്കാൻ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഇതേപോലെ മറ്റ് ഡീലുകൾ സൈൻ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇത് വെസ്റ്റേൺ കൺട്രീസിന് ഒരു വലിയ തിരിച്ചടിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമെന്ന് പല ആർട്ടിക്കിളിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കലാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കാൻ ചെല്ലുകയും റഷ്യ അതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും ഇപ്പോൾ പലയിടത്തും ആർട്ടിക്കിളിലൊക്കെ കാണാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇങ്ങനൊരു എഗ്രിമെൻറ്റ് ഇന്ത്യയും റഷ്യയും തമ്മിൽ സൈൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ന്യൂസുമായി ഞാൻ ഇനിയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്